ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ഇന്നോവേറ്റീവ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ കുറേ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടി കുറേ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള തന്നെ ഗൂഗിൾ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മംഗ്ലീഷ് കീബോർഡ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കമാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ അത് ടൈപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മിക്ക പേർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും, പക്ഷേ മിക്ക പേർക്കും കുറച്ച് പേർക്കൊന്നും അറിയില്ലാത്ത ആപ്ലിക്കേഷനുമായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇപ്പോഴേ തന്നെ ലൈക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം ലൈക്ക് ചെയ്യാൻ മറന്നു. എന്തായാലും ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് വളരെ കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ഓപ്ഷനാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് കമാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫോണ് നമ്മുടെ വോയിസ് കമാൻഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഫോൺ ടൈപ്പ് ചെയ്യുന്നുള്ളതാണ്. അതൊരു പ്രത്യേക ആപ്ലിക്കേഷൻ അല്ല, ഒരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ലൈവ് ട്രാൻസ്ക്രൈബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗൈസ്. എന്തായാലും ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മൈക്കിൻ്റെ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഈ ആപ്ലിക്കേഷൻ നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനൊന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ വാട്സാപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പേജ് കയറുകയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ കയറുകയാണ് ഗൈസ്. ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേസ്റ്റ് കാണാൻ സാധിക്കുന്നത്. അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ആപ്ലിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ വേറെയും പ്രത്യേകതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഗൈസ്. ഈ ആപ്ലിക്കേഷനിൽ കുറേ പ്രത്യേകതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒരു ഒത്തിരി കൂടുതലാണെങ്കിൽ ആ സൗണ്ട് എന്താണെന്ന് പോലും ഈ ആപ്ലിക്കേഷൻ പറയുന്നതാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഗൈസ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ശബ്ദം പോലും ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു തരും എന്നുള്ളതാണ് ഗൈസ്. അതൊരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ തന്നെ കുറേ സെറ്റിങ്സും കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് വേറെയും പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ വെറും മലയാളം മാത്രമല്ല ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഞാൻ ഇംഗ്ലീഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് ലാംഗ്വേജിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഗൈസ്. ഇതൊരു വളരെ 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 വലിയൊരു ഓപ്ഷൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ബിക്കോസ് ദിസ് ആപ്ലിക്കേഷൻ ഈസ് വെരി ഗുഡ് ഗൈസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അതായത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് വേറെ എന്തൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് വേറൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷിലോട്ട് മാറ്റിയിട്ടേക്കാണ്. ദിസ് ആപ്ലിക്കേഷൻ ഈസ് ഗ്രേറ്റ്. അപ്പോൾ അവിടെ അത് എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗൈസ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആവുന്നതാണ് ഗൈസ്.
അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗൈസ്. ഞാൻ കുറേ ആപ്ലിക്കേഷൻസ് തപ്പി നോക്കി, എന്ന് പറഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി. എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് ടൈപ്പിംഗ് അല്ല, നമ്മുടെ വോയിസ് ക്യാച്ച് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്കതിനും തെറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗായ്സ്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഇനിയും നല്ലൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.